ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൻ്റെ വിവിധ പെരുന്നാളുകൾ സഭയിൽ ഒരു ആരാധനാ വർഷത്തിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ വിശുദ്ധ ആരാധനയിൽ നമ്മൾ മനോഹരമായിട്ടത് പാടുന്നുണ്ട്. ദൈവമാതാവിൻ്റെ ഭൂമിയും സംബന്ധമായ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ പെരുന്നാളുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ മാതാവിനെ ഓർക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. കതിരുകളെ ഓർത്ത് ഇടവത്തിൽ, വിത്തിന മകരത്തിൽ, മുന്തിരിയെ പ്രതി ചിങ്ങത്തിൽ, പെരുന്നാൾ മൂന്നേവം. കതിരുകളെ ഓർത്തിടവത്തിൽ എന്ന് പറഞ്ഞാൽ മെയ് മാസമാണ് ഇടവ മാസം എന്ന് പറയുന്നത്. മെയ് മാസത്തിൽ കതിരുകൾക്ക് വേണ്ടിയും, മകരമാസത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ വിത്തുകൾക്ക് വേണ്ടിയും, ഓഗസ്റ്റ് മാസത്തിൽ അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ മുന്തിരിക്ക് വേണ്ടിയും 3 പെരുന്നാളുകൾ മാതാവിൻ്റെ നാമത്തിൽ കൊണ്ടാടാറുണ്ട് എന്നാണ് ഈ പദ്യം, ഈ ഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ 3 പെരുന്നാളുകൾ മാതാവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ കൊണ്ടാടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യൂഹാനോൻ ശ്ലീഹ എഫേസോസിലേക്ക് വന്നപ്പോൾ, വളരെ നാളുകളായി വരൾച്ച മൂലം ദുരിതമനുഭവിച്ചിരുന്ന എഫേസോസിൽ പനിമഴ പെയ്തു എന്നാണ് ഈ ഗീതം നമ്മളോട് പറയുന്നത്. മാതാവിൻ്റെ 3 പെരുന്നാളുകൾ സഭയിൽ കൊണ്ടാടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ കൽപ്പനയുമായി, ആ കത്തുമായി യൂഹാനോൻ ശ്ലീഹ, നമുക്കറിയാം യൂഹാനോൻ ശ്ലീഹ നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ രക്ഷിതാവായിരുന്നു. സംരക്ഷണ ചുമതല നമ്മുടെ കർത്താവ് കുരിശിൽ വെച്ച് ഏൽപ്പിച്ചത് യോഹന്നാനെയാണ്. ആ യോഹന്നാൻ്റെ കൂടെയാണ് മാതാവ് കൂടുതൽ നാളും താമസിച്ചത്. മരണം വരെയും മാതാവിനോടൊപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാതാവിൻ്റെ സഹവാസം മൂലം, മാതാവിനോടൊപ്പമുള്ള ആ താമസം മൂലം കൂടുതൽ ആ മാതാവിൻ്റെ സൽഗുണങ്ങളെ അറിഞ്ഞ ആ യോഹന്നാനാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഫേസോസ് സഭയിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ കൂടുതൽ താമസിച്ചത് എഫേസോസിലാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലവും എഫേസോസിൽ തന്നെയായിരുന്നു. ആ എഫേസോസിലേക്ക് യോഹന്നാൻ ഒരു കത്തുമായി വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, മാതാവിൻ്റെ 3 പെരുന്നാളുകൾ നിങ്ങൾ കൊണ്ടാടണം. 1, കതിരുകളെ ഓർത്ത് ഇടവത്തിൽ, അത് മെയ് മാസത്തിലാണ്. വിത്തുകൾക്ക് വേണ്ടി ജനുവരി മാസത്തിലും, മുന്തിരിക്ക് വേണ്ടി ഓഗസ്റ്റ് മാസത്തിലും മാതാവിൻ്റെ മധ്യസ്ഥയിൽ യാചിക്കണം എന്ന് പറയുകയാണ്. ഈ 3 പെരുന്നാളുകൾ നമ്മുടെ സഭയിൽ വളരെ പ്രാധാന്യത്തോടെ കൊണ്ടാടുന്നതാണ്. 3ാമത്തെ പെരുന്നാൾ ഈ മുന്തിരിക്ക് വേണ്ടിയുള്ള മാതാവിൻ്റെ പെരുന്നാളാണ്. പിന്നീട് വാങ്ങിപ്പ് പെരുന്നാളുമായിട്ട് ബന്ധപ്പെടുത്തി 15 ദിവസത്തെ നോമ്പ് നമ്മൾ ആചരിച്ച് കൊണ്ടാടുന്ന പെരുന്നാൾ അതാണ്. മുന്തിരിക്ക് വേണ്ടിയുള്ള പെരുന്നാളെന്ന് ഒരുപക്ഷെ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ മുന്തിരിക്ക് വേണ്ടിയുള്ള പെരുന്നാളാണ്. ഇതിന് ഒരു ആരാധനാപരമായ ഒരു ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ട്. നമ്മളൊന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ബലിവസ്തുക്കൾ എന്ന് പറയുന്നത് ഗോതമ്പും മുന്തിരിയുമാണ്. ആ 2 മണ്ണിൻ്റെ വിളവുകൾ നമ്മൾ പാടാറുണ്ടല്ലോ, മണ്ണിൻ വിളവുകൾ പട്ടക്കാരൻ കാഴ്ചയണച്ചു എന്ന് പറയുമ്പോൾ ആ മണ്ണിൻ്റെ വിളവുകൾ എന്തൊക്കെയാണ്? ഈ വിശുദ്ധ കുർബാനയിൽ അവിടെ ബലിവസ്തുക്കളായി സമർപ്പിച്ചിരിക്കുന്നത് 2 സാധനങ്ങളാണ്. 1 ഗോതമ്പപ്പം, അത് ഈ വിത്തിൽ നിന്ന് ഉളവായി വരുന്ന കതിരിൽ നിന്നെടുക്കുന്ന ഗോതമ്പ. 2 മുന്തിരി പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന രസം, വീഞ്ഞ്. ഇത് 2മാണ് പ്രധാനപ്പെട്ട 2 വസ്തുക്കളായിട്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കർത്താവ് അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ 2 ബലിവസ്തുക്കൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുമ്പോൾ വിത്തുകളെ പറ്റിയും കതിരുകളെ പറ്റിയും മുന്തിരിയെ പറ്റിയുമുള്ള പെരുന്നാൾ മാതാവിൻ്റെ നാമത്തിൽ ആഘോഷിക്കുമ്പോൾ അതിന് ഒരു ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഈ കതിരുകളെ പറ്റിയുള്ള പെരുന്നാളാണ്
മെയ് മാസം 15-ാം തീയതി കൊണ്ടാടുന്നത്. മാതാവ് ഈ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ ഭൂമിയുടെ എല്ലാ വിളവുകളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അതിനൊരു പ്രധാന കാരണമുള്ളത് ആദ്യ മാതാവായ ഹവ്വ ഏദൻ തോട്ടത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് മൂലം ദൈവകൽപ്പനയെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് നിഷ്കാസിതരായി. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവർ മാത്രമല്ല ശപിക്കപ്പെട്ടത്, അവർ മൂലം ഈ സൃഷ്ടി മുഴുവനും വീഴ്ചയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഭൂമി പോലും ഒരു ശാപഗ്രസ്തമായി തീർന്നത്. ഭൂമി ശാപഗ്രസ്തമായി തീർന്നത് മനുഷ്യന്റെ പാപം മൂലമാണ്. അപ്പോൾ ആദി മാതാവിൻ്റെ പാപം മൂലം ഭൂമി ഏത് വിധത്തിൽ ശാപഗ്രസ്തമായോ അതേ വിധത്തിൽ രണ്ടാം ഹവ്വായായ മാതാവിൻ്റെ അനുസരണം മൂലം, ദൈവത്തോടുള്ള വിധേയത്വം മൂലം ഭൂമി അനുഗ്രഹിക്കപ്പെടുന്നു, അതിൻ്റെ ശാപം തീരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്നുള്ള വിളവുകൾക്ക് ആ പ്രാധാന്യമുള്ളത്. മാതാവിനോട് അപേക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. ഭൂമിയുടെ ശാപം തീർക്കുവാനായി ഈ തൻ്റെ ഉദരത്തിലേക്ക് വലിയവനായ ദൈവത്തെ വഹിച്ചവളാണ് വിശുദ്ധ മാതാവ്. അപ്പം മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഉദിച്ച കർത്താവിലൂടെ ഈ ഭൂമിയുടെ ശാപം തീർന്നു. അപ്പോൾ അതിന് മുഖാന്തരമായി തീർന്നത് മാതാവാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഉണ്ടാകുന്ന വിളവുകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമ്മൾ മാതാവിനോടും മധ്യസ്ഥ യാചിക്കണം എന്ന് പറയുന്നത്. മാതാവിന് വലിയ അന്യൂനമായ വലിയ അദ്വിതീയമായ അചുംബിതമായ ഒരു സ്ഥാനം സഭയിലുണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് കത്തോലിക്ക സഭയ്ക്കാണ് കൂടുതൽ മാതാവിന് പ്രാധാന്യം. അങ്ങനെയല്ല. ഓർത്തഡോക്സ് സഭയിൽ മാതാവിന് വലിയൊരു സ്ഥാനമുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ മാതാവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാതാവിനെ സംബോധന ചെയ്യുന്നത് ദൈവമാതാവ് എന്നാണ്. യൊൽദാസ് ആലോഹോ തയോടോക്കോസ്, ദൈവത്തെ വഹിച്ചവൾ എന്നാണ്. എത്രയോ വലിയ ഒരു സ്ഥാനമാണ് മാതാവിനുള്ളത്. മാതാവിൻ്റെ പുകഴ്ചകളെ വർണ്ണിക്കുന്ന ഗീതങ്ങൾ, മാവുർബോ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗീതങ്ങൾ തന്നെ നമുക്കുണ്ട്. നമ്മുടെ രാത്രി നമസ്കാരത്തിൽ 4-ാം കൗമായിൽ മാതാവിനെ പ്രത്യേകം ഓർത്തുകൊണ്ട് മാവുർബോ എന്ന് പറയുന്ന മനോഹരമായ ഗീതങ്ങളോടൊക്കെ മാതാവിൻ്റെ പുകഴ്ചകളെയാണ് വർണ്ണിക്കുന്നത്. വിശുദ്ധ കുർബാനയിലാണെങ്കിലും വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പോലും മാതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിൽ നിന്നുള്ള മണ്ണിൽ നിന്നുള്ള മകളായ മറിയാമിലേക്ക് വിണ്ണിൽ നിന്നുള്ള മകനായ മശിഹ അവതരിച്ചു എന്നുള്ളതാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്ന മഹാസംഭവത്തെ നമ്മൾ കൃത്യമായിട്ടും വിവരിക്കണമെങ്കിൽ മാതാവിനെ പറ്റി പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. മാതാവില്ലാതെ മനുഷ്യാവതാരം എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശദീകരിക്കുവാൻ സാധ്യമല്ല. മാതാവിലൂടെ അവൻ പ്രവേശിച്ചാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മാതാവിന് ഇത്രമാത്രം സ്ഥാനമുണ്ടായത്. മനുഷ്യവർഗത്തിനും മാതാവിലൂടെ വലിയൊരു മഹിമയുണ്ടായി. മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെട്ടത് മാതാവിലൂടെയാണ്. കാരണം ഈ മണ്ണിൻ്റെ മകളായ ഈ മാതാവിനെ, മറിയാമിനെ ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ പാത്രമാക്കി തീർത്തതിലൂടെ മനുഷ്യ കുലം തന്നെ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിൻ്റെ വിളവുകൾ, അത് വിത്താവട്ടെ കതിരാവട്ടെ, ഏതും ഈ മണ്ണിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം മാതാവിനോട് മധ്യസ്ഥത ചോദിക്കുന്ന മനോഹരമായ ഒരു സംസ്കാരവും പാരമ്പര്യവുമാണ് സഭയിലുള്ളത്. ഈ കതിരുകൾക്ക് വേണ്ടിയുള്ള മാതാവിൻ്റെ പെരുന്നാൾ മെയ് മാസം 15-ാം തീയതി ആഘോഷിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ കൈകളുടെ അധ്വാനം, പ്രത്യേകിച്ച് നമ്മുടെ മുൻ തലമുറകളിലെല്ലാം കൂടുതൽ മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് കാർഷിക വൃത്തിയാണ്. ഈ ഭൂമിയിൽ നിന്ന് ഉളവാകുന്ന സസ്യങ്ങളും ഫലമൂലാദികളും ഒക്കെ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അന്ന് സാധ്യമാക്കിയിരുന്നത്. അതുകൊണ്ട് ഭൂമിയോടുള്ള ബന്ധം ഒരിക്കലും മനുഷ്യൻ അന്ന് നിരാകരിച്ചിരുന്നില്ല. ഇന്നാണ് കുറെ കൂടെയൊക്കെ ഈ ടെക്നോളജിയൊക്കെ വളർന്നതോടെ ഭൂമിയുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അറ്റുപോകുന്നത്, അതിൻ്റെതായ പ്രയാസങ്ങൾ ഇന്ന് ഉണ്ടാകുന്നതുമുണ്ട്. അപ്പോൾ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഭൂമിക്ക് തന്നെ വിടുതൽ കൊടുക്കുവാൻ, ഈ സൃഷ്ടിക്ക് തന്നെ വിമോചനം കൊടുക്കുവാൻ, വീണ്ടെടുപ്പ് കൊടുക്കുവാൻ നിദാനമായി തീർന്ന, മുഖാന്തരമായി തീർന്ന മാതാവിനെ ഓർക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മുടെ പ്രയത്നങ്ങളെ, നമ്മുടെ കായിക അധ്വാനങ്ങളെ സമർപ്പിക്കുകയും നമുക്കുണ്ടാകുന്ന വിളവുകളെ സമർപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു പെരുന്നാളാണ്
അതുകൊണ്ട് ഈ കതിരുകളുടെ പെരുന്നാളിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കട്ടെ. നമ്മുടെ പ്രയത്നങ്ങൾക്ക് ദൈവം കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും പ്രതിഫലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കതിരുകളുടെ പെരുന്നാൾ അനുഗ്രഹീതമായി തീരുവാൻ ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.